ഇന്ന വഴിയിൽ ഒരൊട്ടകത്തെ കണ്ടു ഗൈസ്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അവിടെയുള്ളവർക്ക് സൗദി കൾച്ചർ ടച്ചും കാണുന്നുണ്ട് കേട്ടോ. എത്തുന്നില്ല, എത്ര നേരായി. ഇന്ത്യ നമ്മളെ ഇന്ത്യ, മാഷാ അല്ലാ, നമ്മളെ സ്വന്തം രാജ്യം. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ തൂരിസീന പർവ്വതം കയറാൻ പോവുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല, നല്ല തണുപ്പുണ്ടല്ലേ ദിവസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോണിൽ ചാർജൊക്കെ കുറവാണ്, എന്നാലും പവർ ബാങ്കും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ചാർജാക്കി ഇപ്പം നല്ല ഇരുടാണ്, വെളിച്ചം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഓറാക്കല്ലേ. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. നമ്മളെ ടീം പുറപ്പെട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല തണുപ്പാണ് ഗൈസ്. എൻട്രൻസിൽ തന്നെ ഒരുപാട് കടകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് കട. നടന്നു തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട് നമ്മളെ കൂടെ നടക്കാൻ. മാഷാ അല്ലാഹ്, ഇവിടെ നമ്മളെ കൂടെ ഒരു ചങ്ങായി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇവന് നാട്ടുകാരനാണ്. എന്താ ഇസ്മുൽ കരീം? ഐമൻ. മൂപ്പരെ പേര് ഐമൻ എന്നാണ് കേട്ടോ. ബിക്കം 600. ആ പഠിച്ചോളേ. നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് കയറി പോവാണ്, എന്നാലും കുഴപ്പമില്ല. അള്ളാൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടേക്കൊക്കെ എത്താൻ പറ്റിയല്ലോ, അങ്ങനെ വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ. നമ്മളൊരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തിയ സമയത്ത് ഇവിടെ ചായ അതുപോലെ തന്നെ പല സംഗതികൾക്കായിട്ട് ഇവിടെ മൗക്കിഫ് കാണാൻ പറ്റും. തെറ്റാണ്, അടിപൊളിയാണ്. ചായക്ക് എത്ര അവിടെ? ചായക്ക് 50 ഉറുപ്പിക കേട്ടോ. ഒരുപാട് ആളുകൾ. എന്താണ് പറയാനുള്ളത്? തുരിസിന മല പിന്നെ എന്താ പറയുക, കയറാൻ പോവാണ്. അതിൻ്റെ പകുതി ഒരു ഇസ്തിറാഹൻ്റെ ഒരു സ്റ്റേഷൻ, അങ്ങനെ ഒരു 6 ഇസ്തിറാഹൻ്റെ സ്റ്റേഷൻ ഉണ്ടല്ലേ ടോട്ടൽ? 6 സ്റ്റേഷൻ. അതിൽ 1-ാം സ്റ്റേഷനാണ് പോകുന്നത്. അതെ, ഒട്ടകങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഒട്ടകങ്ങൾ എടുത്തില്ല, നടക്കന്നെ. ഉണ്ടാകുന്നതുകൊണ്ട്. അതെ, പിന്നെ ഒരുപാട് ആളുകളുണ്ട്, അതുള്ള വിദ്യാർത്ഥികളുടെ കാര്യമായിട്ട്. അതെ, ക്ഷീണത്തിലാണോ ഉസ്താദ്? അങ്ങനെ ക്ഷീണായ പറ്റൂല കേട്ടോ, മുകളിലെത്തണ്ട നമുക്ക്. മുദ്രശ നമ്മൾ മുകളിൽ ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഞങ്ങളിതാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജുനൈദ് ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പുതിയൊരു അറിവ് കിട്ടി. 750 സ്റ്റെപ്പ് ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതുപോലത്തെ സ്റ്റെപ്പുകളാണോ ജുനൈദ് ഉസ്താദ്? ആയിരിക്കും. ഏതായാലും 750 സ്റ്റെപ്പ് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പം അത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ് ഗൈസ് ഞങ്ങൾ തൂരിസീന പർവ്വതം ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ബാക്കി 6 പ്രഭാതം ഏതാണ്ട് പൊട്ടി വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ, അത് കാണണം നമുക്ക് മുകളിൽ. അതാണ് അതിൻ്റെ രസം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് കട്ട് വയ്യ നമ്മൾ കയറുന്നത്. സംസാരിക്കാനേ പറ്റുന്നില്ലേ, തുടങ്ങിയിട്ടുണ്ട് വിധം. മാഷാ അല്ലാഹ് സുഹൃത്തുക്കളെ, ഫൈനലി സൂര്യോദയം. അടിപൊളി വൈബ്. അതിനേക്കാൾ അടിപൊളിയായിരിക്കും ഒരു പക്ഷേ മുകളോട്ട് പോകുമ്പോൾ. മുകളോട്ട് നമ്മൾ കയറി തുടങ്ങുക. നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ, കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങാണ് കേട്ടോ. മാഷാ അല്ലാഹ്, എന്താണ് പറയാനുള്ളത്? നല്ല അനുഭവം. നല്ല അനുഭവം അല്ലേ? കുറച്ചും കൂടി കയറാണ്ടില്ലേ? ഹഫീദ് ഉസ്താദ് എന്താ പറയാനുള്ളത്? മാഷാ അല്ലാഹ്, അടിപൊളിയല്ലേ? വലിയ തൗഫീഖ് അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ള. മാഷാ അല്ലാഹ്. മുന്നോട്ട് സഞ്ചരിക്കും തോറും ജബലിൻ്റെ, ഭൂമിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. എത്ര മനോഹരമല്ലേ ഈ ഭൂമി. സീറൂ ഫിൽ അർളി ജമിയ. നിങ്ങൾ ഈ ഭൂമി മൊത്തം സഞ്ചരിക്കാൻ പറഞ്ഞത് വെറുതെ അല്ല. എത്ര മനോഹരമായ അജായിബുകൾ കാണാനും അള്ളാഹുവിൻ്റെ പടപ്പുകൾ കണ്ട് അത്ഭുതപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ്. സെറ്റല്ലേ ഉസ്താദേ? അൽഹംദുലില്ലാ. ഇവിടെ നമ്മൾ വീണ്ടും ഇസ്തിറാഹന്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഉസ്താദ്, എന്താ സംഭവം? ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇത് ജസ്റ്റ് ഒരു സ്പാർക്ക് കാണുന്നല്ലേ കല്ലിനുള്ളിൽ. ജസ്റ്റ് നമ്മള് കല്ല് പൊട്ടിച്ചിട്ട് കാണുന്നത്.
ഞമ്മളത് പൊട്ടിച്ചാലും ഇതിന്റെ ഉള്ളിലും ഇതേമാതിരി നമുക്ക് സ്പാർക്ക് കാണാൻ പറ്റും. അത് മൂസാ നബി ഇങ്ങോട്ട് വന്ന സമയത്ത് അള്ളാന്റെ നൂറും ആ സൗണ്ടും അല്ലേ, അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു വന്ന സമയത്തുണ്ടായ സ്പാർക്ക്. അപ്പൊ ഈ കല്ലിന്റെ ഉള്ളിലൊക്കെ തുലസീനയിൽ മാത്രമുള്ള കല്ലിനുള്ള പ്രത്യേകത മാത്രമേ ആണല്ലേ. ഇതിനു മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് ഏത് കല്ലെടുത്ത് പൊട്ടിച്ചാൽ കാണാൻ പറ്റും. മനസ്സിലായില്ലേ ഈ സംഭവം എന്താന്ന് വെച്ചാല് ഏത് കല്ല് പൊട്ടിച്ചാലും ഈ ഒരു കറുത്ത ഒരു സംഗതി സ്പാർക്ക് കാണാൻ പറ്റില്ല. അത് മൂസാ നബി ആ ഒരു നൂറ് അള്ളാന്റെ നൂറിന്റെ ആ തജല്ലി കണ്ട സമയത്ത് ഉണ്ടായ ആ ഒരു വന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. എത്ര പവറാണ് അള്ളാന്റെ ആ ഒരു നൂറിന് എന്നറിയിക്കാൻ ഉള്ളൊരു എന്താ ബാക്കി പത്രം എന്നൊക്കെ ആണെങ്കിൽ പറയാട്ടോ. മാഷാ അള്ളാ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. എല്ലാത്തിനും വില കൂടുതലാണ്. വെള്ളത്തിന് 50, ചായക്ക് എത്രയാണ്? ഷായിബിക്കം ഹബീബ്, ഷായിബിക്കം. ചായക്ക് 50 റുപ്യ കേട്ടോ. കോഫി 70 അല്ലേ? മാഷാ അല്ലാ. ഫൈനലി നമ്മളിങ്ങനെ കേറി പോവാണ് കേട്ടോ. ചൂടി മോളോട്ട് വന്നപ്പം ഇവിടെ ഉണ്ട് കേട്ടോ ഒട്ടകത്തിൻ്റെ സർവീസ്. ഇവിടാണ് കൂടുതൽ ഒട്ടകം. മാഷാ അല്ലാ. بكم فلوس للسفاري؟ بكم فلوس سفر؟ مش عارف. تمام. 650 650 റുപ്യ കേട്ടാ. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ഏരിയ. എന്താണ് സാർ പറയാനുള്ളത്? അടിപൊളിയില്ലേ? നല്ല രസമല്ലേ കാണാൻ? അടിയിലേക്കാട്ടിലും ഒന്നുകൂടി നല്ല മഞ്ച് കൂടി വരുന്നുണ്ട് മുകളിലല്ലേ. മറ്റേ ഒരു ചൊല്ലുണ്ടല്ലോ, ഉയരം കൂടും തോറും സാധു കൂടും. അതുമാതിരി ഉയരം കൂടും തോറും ഭംഗി കൂടാണ്. മാഷാ അല്ലാ. ഇത് നോക്കൂ ഗൈസ്, ഈ ഒരു ഏരിയ എന്താല്ലേ അടിപൊളിയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഏരിയ ഒന്ന് കാണിക്കാൻ വേണ്ടി ബാക്കോട്ട് വന്നതാണ്. മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അമലേ ഇവരോട് അമലെന്ന് പറഞ്ഞാൽ അല്പം തിരിയുണ്ടാവില്ല. ഇവിടെ ഉള്ളവർക്ക് ഒരു സൗദി കൾച്ചർ ടച്ചും കാണുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതാണല്ലോ സുബൈൻ്റെ സമയത്ത്. ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു സൗദി ടച്ചും സൗദി സ്ലാങ് ആണ് അവരെ ഭാഷയൊക്കെ ശൈലി. അതല്ല, നിലവിൽ ഇവിടെ ലിവ് ചെയ്യുന്നു, താമസിക്കുന്നു, അതൊക്കെ സൗദി ടച്ച് ഉണ്ട്. അപ്പൊ നമ്മള് വീണ്ടും ഒരു ഇസ്തിറാഹന്റെ സ്ഥലം. അതെ, അപ്പം ഇസ്തിറാഹന്റെ സ്ഥലത്ത് വീണ്ടും നമ്മൾ തിരിക്കുകയാണ്. നമ്മളെ ബാഗ് ഇതുവരെ പിടിച്ചത് നമ്മളെ ഉസ്താദാണ് കേട്ടോ. സഹകരിച്ചതിന് സന്തോഷം. ഇതുണ്ടോ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇവിടെയുള്ള ഈ ഒരു ഇസ്തിറാഹൻ്റെ സ്ഥലങ്ങൾ, ഈ ടെൻറ്റുകൾ മുഴുവനും നിർമ്മിച്ചത് കല്ലുകൾ കൊണ്ടാണ്. ഇവിടെയുള്ള കല്ലുകൾ കൊണ്ട് തന്നെയാണ് ഈ ഇസ്തിറാഹൻ്റെ സ്ഥലങ്ങളൊക്കെ നിർമ്മിച്ചത്. അടിപൊളിയില്ലേ? മാഷാ അല്ലാ. മാഷാ അല്ലാ. കുവൈസ് മൈതാണ്ട് എത്താനായിട്ടോ, കുറച്ചുകൂടിയേ ഉള്ളൂ. السلام عليكم. كيف الحال؟ الذكرى لو جتها ماشي. احنا كده نزلنا السلالم خلاص؟ خلصت كده؟ الحمد لله راس. ഞാൻ വിചാരിച്ചു എത്തിന്ന്, ഇനിയും കുറേ പോവാണ്ട്. അസ്സലാമു അലൈക്കും ഹബീബി. മുംകിൻ ബാക്കി الساعة
20. شكرا. اسم الكريم كمال. أنتم هنا في هذه القرية كلم ممكن مثل سعودي عربي. ممكن. تمام. لماذا هكذا؟ أصل هم عرب وإحنا عرب. تمام يعني قريب لبهذا. അപ്പം സൗദി അറേബ്യ അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ള ഈ ഒരു സ്ലാങ് സൗദി മോഡൽ വരാനുള്ള കാരണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഇനിയും ഒരു 20 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യാണ്ട്. എന്നൊരു മണിക്കൂറോടും കയറാണ്ടെന്നാ പറഞ്ഞേ. ഇനി ഒരു 1 മണിക്കൂർ 1 ഹവർ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ ഒരു പിന്തിരിപ്പില്ല. ഇല്ല ഇൻഷാ അല്ലാഹ്. ഏതാ വ്യൂ ല്ലേ? അഷ്ഹദു ഉസ്താദ്. എന്താലേ ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ മുകളിലെത്തിയാക്കിണ്ടാവും ഒന്നുകൂടി അടിപൊളി ആയിക്കൂലേ, സെറ്റ് ആയിക്കൂ. അത് കാണിച്ചേരെ കായ്സ് ഇൻഷാ അല്ലാഹ്. ഇതിന് ഇറങ്ങാന്ന് പറഞ്ഞാൽ വല്ലാത്ത ടാസ്ക്. ഇറങ്ങണല്ലേ താഴോട്ട് ഇനിയും. അത് വേറെ കാര്യം, 2 മണിക്കൂർ ഇറങ്ങാനും വേണല്ലേ. അല്ല റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കണം. മോളല്ലേ, അല്ലാണ്ട് നടക്കൂല. നടക്കൂല. ഞാൻ ആലോചിക്കുന്നത് എത്ര പ്രായമുള്ള ആളുകളാ. UK, ലണ്ടൻ, കൊളംബിയ, ഒരുപാട് സ്ഥലത്ത് നിന്ന് പ്രായമുള്ള ആളുകൾ. നമ്മൾ എന്നിട്ട് കൊയക്ക് തന്നിട്ട് നമ്മളെ കളിയാക്കുമല്ലോ ഇറങ്ങുന്ന സമയത്ത്. യു ആർ ടയേർഡ് എന്ന് പറഞ്ഞിട്ട്. 10 കിലോയുടെ വേഗം തോളിൽ ചൂക്കിലാണ് നടക്കുന്നത്. ഉസ്താദ് എന്താ പറയാനുള്ളത്? ഇനിയുണ്ട് 1 മണിക്കൂർ ബാക്കി. പക്ഷേ ഈ വ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരു രക്ഷയില്ലല്ലേ. എന്താലേ ഭംഗി. വീണ്ടും എടുത്തു പറയാണ്, ഈജിപ്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ട്രക്കിങ് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തുരിസീന പർവ്വതം മസ്റ്റായിട്ട് നിങ്ങൾ ട്രക്ക് ചെയ്യണം. അടിപൊളിയാണ്, സെറ്റാണ്. കാരണം നമ്മളെ നാട്ടിൽ ഒരുപാട് ട്രക്കിങ്ങിന് താല്പര്യമുള്ള ആളുകളുണ്ട്. നമ്മളങ്ങനെ കയറി തന്നെ കേട്ടോ, എത്തുന്നില്ല. എത്ര നേരമായിന്ന് അറിയോ? ചുരുങ്ങിപ്പോൾ രാവിലെ എത്ര മണിക്ക് നമ്മൾ തുടങ്ങിയത്? 3 മണി. ഇപ്പോൾ സമയം എത്രയായി മുത്തേ? 7:30. അപ്പോൾ എത്ര 5 മണിക്കൂറായി ഞങ്ങൾ ട്രക്ക് ചെയ്യാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്പോട്ടിൽ എത്തിയില്ല ഗൈസ്. നോക്കൂ എന്താലേ, എന്ത് രസാലേ കാണാൻ. ഈ രസം കാണുന്ന സമയത്താണ് നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തേണ്ട ഫലം, ഇത്ര നേരം നമ്മൾ യാത്ര ചെയ്തേണ്ട ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുക. ആ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സന്തോഷമല്ലേ, അതാണ് ഓരോ യാത്രയുടെയും സന്തോഷം എന്ന് പറയുന്നത്, എഫേർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ മോളെത്തിയിട്ട് ബാക്കി കാണാം. വീണ്ടും ഒരു ഇസ്തിറാഹ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ഒരുപാട് സ്റ്റോണുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ കല്ല് ഇത് അവിടെ ഉണ്ട് കേട്ടോ. 100 തജല്ലി വന്നതിൻ്റെ കാരണത്താൽ വന്ന ആ ഒരു മാർക്കുകളാണ് ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ളതാണ്. ചായക്ക് എന്താണ് ഇവിടെ പൈസ വരുന്നത്? 100. 100 കിനിയോ? അതുണ്ടാവുമല്ലോ. ഓരോ കൂറും തോറും ചായയുടെ സ്വാദും കൂടും, പൈസയും കൂടും. സ്വാദ് കൂടും ചിലപ്പെങ്കിൽ. മുസ്തഫ കൊയങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും കൊയങ്ങി ക്ഷീണിതരാണ്. പക്ഷെ നമ്മൾ മുകളിലെത്തുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് നമ്മളെ വിജയം, അതാണ് നമ്മളെ സന്തോഷം അല്ലേ? അതല്ലേ ഏതൊരു യാത്രികന്റെയും എന്താ പറയാ സന്തോഷം. അതെ, ലക്ഷ്യത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അനുഭൂതിയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അനുഭവിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. എല്ലാത്തിനും അള്ളാന്റെ തൗഫീഖല്ലേ പ്രധാനം. ഞാൻ ഈ കടന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടോ. ഇതുണ്ടോ എന്താലേ ഭംഗി, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ജബൽ മൂസ. ആരിഫ്. ഇവിടെ കണ്ടോ ഒരുപാട് രാജ്യങ്ങളിലെ ഫ്ലാഗുകൾ കാണാൻ പറ്റും. തുർക്കി, അമേരിക്ക, അതുപോലെ തന്നെ ഒരുപാട് ബ്രസീലുണ്ട്, പാകിസ്ഥാനുണ്ട്. ഫ്ലാഗ് ഇന്ത്യ അതിനെ മൗജൂദ്. ഇന്ത്യ നമ്മളെ മാഷാ അല്ലാഹ്, നമ്മളെ സ്വന്തം രാജ്യം എവിടെ പോയാലും ഉണ്ടാവും ഗൈസ്, മാഷാ അല്ലാഹ്. അതല്ലേ നമ്മൾ ഇന്ത്യക്കാരെ പവർ. ഇസ്മുൽ കരീം അൻത
ابنه. ايه؟ لا نعم ما شاء قريب الله. ها يقرب لي يعني. تمام ما شاء الله. شكرا ഹബീബ്. എത്ര കഷ്ടപ്പെട്ടിട്ടാലേ ഇവിടെ ബിസിനസ്സിന് ഓരോ സ്ഥലത്തും ഇങ്ങനെ ആളുകൾ ഉണ്ടാവും ജീവിത മാർഗമായിട്ട്. ഇവർ 20 ദിവസത്തിനേക്കുള്ള വെള്ളം താഴത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ചെയ്യാണ്. ഒരു ചായക്ക് വരുന്നത് 100 റുപ്യാണ്. അത് വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ആയില്ലേ 4 മണിക്കൂറിൻ്റെ അടുത്തായില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊണ്ടുവരുന്നത്. അതിൽക്കും കൂടുതലുണ്ടല്ലേ? അപ്പൊ അത്രക്കും അടിയെന്നാണ് ഒരു സാധനം കയറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ചായക്ക് 100 ഗിനി വാങ്ങുന്നത് തെറ്റൊന്നുമല്ലല്ലോ ഉസ്താദേ, അല്ലല്ലോ? ഒരു ചായക്ക് 100 ഗിനി വാങ്ങുന്നത് തെറ്റൊന്നുമല്ലല്ലോ, ഒരു തെറ്റില്ലല്ലോ. 200 ആണെങ്കിലും തെറ്റില്ലല്ലേ? അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവര് കൊണ്ടുവരുന്നത് കേട്ടാ. പൂച്ച നമ്മളിതാ ബെന്ന് കൊണ്ടുവന്നു. സാറിലടാ എത്ര രൂപ മുതലാന്നറിയത്? നാട്ടിലൊരു പാമ്പ് വാങ്ങിയിട്ട് വെറുതെ കളഞ്ഞാൽ വേണ്ടിയില്ല. എനിക്ക് വില എത്ര? അല്ലാ നല്ലൊരു വ്യൂ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. മാഷാ അല്ലാ അടിപൊളി. അമേരിക്ക ഇതുണ്ട ഗൈസ്, അമേരിക്ക എന്നൊരു ടീം വന്നു കേട്ടോ. أعيش Cairo. Cairo. تمام نحن we are living in Cairo. We are طالب الأزهر يعني. I will. Yeah. We are studying Al-Azhar University. Oh, very good. Yeah. That's very nice. That's very, yeah, very good. What's your name? Good name? Tim. Tim. Oh, Trump became the second president of second time. Second time. Your name Trump? President name Trump? Oh no, not the same. That's Not same? Tim. Tim. Okay. കൂടിയല്ലോ ഇനി. പ്രാവശ്യം സ്പീഡാക്കിയാലോ? يا ربي اسمه الكريم سليمان. روح في هنا. نعم. روح في هنا. سكن في هنا. لا انا بشتغل هنا. شغل في هنا. تمام. شو اسمك انت؟ اسمي أبو صالح. نحن كله طالب الأزهر. اهلا وسهلا. أهلا بك. مصر. نعم مقيمين في مصر. نعم. روح في مصر. نعم نحن في جنوب الهند في الكيرلا. في جنوب الهند. نعم. المسلمين كله. نعم. دي؟ نعم الحمد لله. بارك الله فيك. ولكن هنا مختلف، موجود هندو كريستيان كلهم يعني مجموعة. ايوه. ليس مختلف هكذا، ولكن موجود مسلمون في الهند. ليس مشكلة، نحن نروح في جيد. المدينة هم مسلمين بس. في بس تورست هير جست. تمام صح. أنا نسكن هون. الله يخليك. الله يخليك. آمين. شرفت يا اخي. شرفنا يا حبيبي. وعليكم السلام. ഫൈനലി ഗൈസ് റീച്ചഡ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സ്ഥലത്ത്. ഇനി കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ പോകാൻ. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോഴാണ് എന്താണെന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാകുക. കാരണം ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത് ട്രക്ക് ചെയ്ത് ഇവിടെ എത്തിയത്. നോക്കൂ ഗൈസ്, ഏരിയയുള്ള അതിമനോഹരമായ കാഴ്ച. ആകാശമൊക്കെ എത്ര മനോഹരല്ലേ, എന്താലേ. നമ്മളെത്തിയോ? റീച്ചഡായോ? മാഷാ അല്ലാ. ഫൈനലി നമ്മള് ഇതാണല്ലേ ചേർച്ച്. ഹബീബി നമ്മളെത്തില്ലേ? കൊറേ സമയം വൈകി. ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഇത് ചേർച്ചാണ്. ഇതെന്താ പള്ളിയാണല്ലേ? മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. ഫൈനലി നമ്മൾ റീച്ചഡ്. മാഷാ അല്ലാ. എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ. ഇതിപ്പോ എന്താ സംഭവം?
അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് രാത്രി 3 മണിക്ക് തുടങ്ങിയ ട്രക്കിങ് ഈ ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. കൂടുതലുള്ള ആൾക്കാരൊക്കെ 3 മണിക്കൂർ കൊണ്ട് എത്തി, ഞാൻ 5 മണിക്കൂർ കൊണ്ട്. അത് നോക്കണ്ട. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് വലിയ ഉസ്താദന്മാരുണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമുക്ക് ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ആൾക്കാർക്ക് എന്തായാലും കേൾക്കണമല്ലോ. കുറച്ച് പറഞ്ഞോളി, മൊത്തം ഉള്ളതൊക്കെ പോരട്ടെ. കുറച്ചുകൂടി ഇങ്ങോട്ട് നിന്നാൽ ക്ലിയർ ആവും. കുറച്ചുകൂടി ഇങ്ങോട്ട് നിന്നാൽ ക്ലിയർ ആവും. ഇവിടെ ഒന്നുകൂടി ക്ലിയർ ഉണ്ട്. നമ്മൾ സീനാ മരുഭൂമിയിലെ ജബലു മൂസ എന്നറിയപ്പെടുന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ്, അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത്. ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ ഒരു ചർച്ചുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ മദിയനിൽ നിന്ന്, അതായത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ നിന്ന് ആദ്യ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയി മദിയനിലേക്ക് പോയി. പിന്നെ അവിടെ 10 വർഷം ജീവിച്ച് ഷുഐബ് നബിയുടെ തർബിയത്തിലായിട്ട് മകളെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് മടങ്ങി വരുന്ന വഴിയിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് നുബുവത്ത് കിട്ടി. അപ്പോൾ ആ നുബുവത്ത് കിട്ടിയത് മടങ്ങി പോകുന്ന വഴിയിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നാറ് കണ്ടു. അത് അള്ളാഹുവിൻ്റെ നൂറായിരുന്നു അത്. അപ്പോൾ ഭാര്യയോടും കുട്ടിയോടും പറഞ്ഞ് ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു. ആ സ്ഥലമാണ് ഇത് എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും അത് ഈ ഭാഗത്തോടാണ് ഇതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നാൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ ഒരു ചർച്ചും കൂടെ കാണാൻ പറ്റും. കുറേ പിന്നെ 4.8 കിലോമീറ്ററാണ് പിന്നെ നമുക്ക് താഴ്വരയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ എടുക്കുന്ന. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ചത് അത് ഇവിടുന്നാന്ന് പറയുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമും തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് ഫിറോന്റെ കുതന്ത്രങ്ങളൊക്കെ രക്ഷപ്പെട്ട് ബനു ഇസ്രായേലിനെയും കൊണ്ട് സീനാ താഴ്വരയിലേക്ക് പിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് വാങ്ങാൻ വേണ്ടി വരുന്നത്. 30 ദിവസം നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല 30 ദിവസം നോമ്പെടുത്തി ഒരു 10 ദിവസം കൂടി അധികം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ 10 ദിവസം അങ്ങനെ 40 ദിവസം പൂർത്തിയാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ വന്ന് തൗറാത്ത് വാങ്ങി പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോഴാണ് മലയിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ മലയിൽ ഒരു ചെറിയൊരു പ്രകാശം വന്നപ്പോൾ ജഅലഹു ദക്ക വഹറ മൂസ സൈഖ, അങ്ങനെ മദ്കൂക്കായ ആ തകർക്കപ്പെട്ട മല ഇവിടെ താഴത്തോടെ ഉണ്ട്. അത് ഈ സംഭവം നടന്നത് ഇവിടെ നിന്നാണെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും പിന്നെ ഈ ഒരു സീന പ്രദേശത്ത് നിന്നാണ്. അങ്ങനെ അള്ളാഹുവിനോട് 2ാമത്തെ തവണ അള്ളാഹു സുബ്ഹാനഹു മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ചു എന്നാണ് പിന്നെ തഫ്സീറുകളിലൊക്കെ കാണുന്ന ചരിത്രം. 3ാമതൊരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട്. അത് മൂസാ നബി അലൈഹി സ്വലാം പിന്നെ വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിന എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ഒരു ആയത്തിലുണ്ട്. 70 ആളുകളെയും തിരഞ്ഞെടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാമും അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. യൂശുഅ നബി ഉണ്ട്, ഹാറൂൻ നബി ഉണ്ട്. അങ്ങനെ 70 ആളുകളുടെയും പിന്നെ ആ സംസാരത്തിന് ശേഷം മൂസാ നബിയുടെ സംസാരത്തിന് ശേഷം ഇതിൽ ചില ആളുകൾ ഞങ്ങൾക്ക് അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ഒരു റജ്ഫത്ത്, ഒരു പ്രകമ്പനം പിന്നെ കൊടുത്തിട്ട് ഈ ഭൂമി ഇവിടെ നിന്ന് ഒന്ന് ഇളക്കിയിട്ട് ഇവരെല്ലാവരും മരണപ്പെടുന്ന ഒരു സാഹചര്യം. പിന്നെ അവർക്ക് 2ാമത് പുനർജീവിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യവും കൂടി അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു ചരിത്രം ഉണ്ട് പരിശുദ്ധമായ ഖുർആനിലും പിന്നെ അതിൻ്റെ വിശദീകരണ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ ഒരു സീന പ്രദേശത്തിനുണ്ട്. സീന പിന്നെ മരുഭൂമിയിലൂടെയൊക്കെ ഒക്കെ നടക്കുന്നത് ഈ ഒരു സീന പ്രദേശത്താണ്. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരു മണ്ണിലാണ്. അൽഹംദുലില്ലാ. വളരെ സുന്ദരമായ ഒരു സുവർണ്ണ നിമിഷം എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് അതുണ്ടാവാൻ സാധ്യത. എനിക്കറിയില്ല. ഇസ്രായേലിന്റെ രാത്രിയിലെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഇസ്രായേലിന്റെ രാത്രിയിൽ പല സ്ഥലങ്ങളിലും റസൂൽ നിസ്കരിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം നിസ്കരിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് നിസ്കരിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, എവിടെ നിസ്കരിച്ച നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ നബി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഈ ഭാഗത്തൊന്നുമല്ല, ഇതിന്റെ ഇസ്രാ മിറാജിന്റെ രാത്രിയിലാണ് കണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ചൂണ്ടിക്കാണിച്ചു തരും. ഇന്ദൽ കസീബിൽ അഹ്മർ, ചുവന്ന കുന്നിന്റെ അടുത്ത് വന്നിട്ട് ഒരു ഹദീസ് കാണാൻ കഴിയും.
ആ ഖബർ ഈ ഭാഗത്തല്ല. നിസ്കരിച്ച സംഭവം ഇവിടെ ഒന്ന് കണ്ടു ഓർമ്മയുണ്ട്. സീനയില. അതായത് ഇവിടെ എവിടെയാണെന്ന് അറിയില്ല. ഇസ്രായേലിന്റെ രാത്രിയിൽ പല സ്ഥലങ്ങളിൽ ഇറങ്ങി നബി ഖബറിൽ നിസ്കരിക്കുന്ന നബിതങ്ങൾ ഇസ്രായേലിന്റെ രാത്രി കണ്ടിട്ടുണ്ട്. അപ്പോ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിസ്കരിച്ച എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, അറിയോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞപ്പോ മൂസാ നബിന്റെ പർവ്വതാണ് എന്ന് പറയുന്നത്. പല ആളുകളും പറയുന്നത് ഏതായാലും ഒരുപാട് ചരിത്രങ്ങൾ ഉസ്താദന്മാരൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതില് പരിചയപ്പെടുത്തിയ ഉസ്താദിന്റെ പേര് പറയുന്നു. ഉസ്താദിന്റെ പേര് സ്ഥലം ഫൈസൽ ഉദവി പാണ്ടിക്കാട്. അതുപോലെ തന്നെ ഉസ്താദ് സ്ഥലം പാണ്ടിക്കാട് കീശ്ശേരി. പിന്നെ അതുകൊണ്ട് തന്നെ മറ്റൊരു ഉസ്താദുണ്ട്, മൂപ്പര് ദാറുൽ ഹുദയിലത്തെ മുദരിസ് കൂടിയാണ് കേട്ടോ. ക്യാമറമാൻ സ്ഥലം നമ്മൾ നേരെ പരിചയപ്പെടുത്തിയാണ്. എന്നാലും ഒന്നുകൂടി തിരുവള്ളൂരാണ്. തിരുവള്ളൂർ മാഷാ കൊണ്ടോട്ടി അടുത്ത്. അള്ളാന്റെ അതിമാത്ത അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റി. നിങ്ങളുടെ സാന്നിധ്യം അപ്പൊ ഇൻഷാല്ലാ ബാക്കി ഇവിടെ 2 പള്ളി കാണിക്കാനുണ്ട്. ആ പള്ളിയൊക്കെ കാണിച്ചിട്ട് ഇൻഷാല്ലാ ഇറങ്ങുന്ന കുറച്ച് വിഷ്വലൊക്കെ കാണിച്ചിട്ട് നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കട്ടെ ഇൻഷാല്ലാ. നമുക്ക് ക്യാമറ അതുവരെ ഹാൻഡിൽ ചെയ്തത് മാഷാല്ലാ നമ്മളെ ബഷീർ ഹാജി അല്ലേ, അസ്ഹർ. എവിടാണ്? ഗുരുവായൂർ. മാഷാല്ലാ പള്ളി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള വ്യൂ മാഷാല്ലാ അടിപൊളിയാണ് ഗൈസ്. ഇതിന്റെ അടിയിലേക്കൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. ഒന്ന് പോയി നോക്കാം. എന്താ സംഭവം, എന്തോ ഉണ്ട്. ഭാഗമൊക്കെ അടിപൊളിയാണ്. അടിയിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഞാൻ പോകുന്നില്ല, നേരല്ല എല്ലാവരും തിരിക്കുകയാണ് കൂടെ വന്നവരൊക്കെ. അതാണ് കഥ. ഇനി നമുക്ക് പള്ളി ഒന്ന് കാണിച്ചു തരാം. നമ്മളെ പള്ളി ഇവിടുത്തെ ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. മാഷാല്ലാ പള്ളി. അസ്സലാമു അലൈക്കും. أنا لا أدري. ماشي نشوفه كده. നാം നാം ആരോ സാധനം ഇവിടെ വെച്ച് മറന്നതാണ്. പള്ളിയിൽ എന്ത് തണുപ്പാ ഗൈസ്. അതാണ് പള്ളി. ഓക്കെ, നേരമില്ലാത്തോണ്ടാട്ടോ ഇത്ര സ്റ്റോട്ടായി ഞാൻ എടുക്കുന്നതല്ലോ പറയുന്നൊക്കെ. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളെ ട്രക്കിങ് കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ഇറങ്ങാണ്. കൂടെ വന്നോലൊക്കെ ഇറങ്ങിപ്പോയി. ഇനി നമ്മളാണ് ബാക്കിയുള്ളത്. ലാസ്റ്റ് എത്തിയോ ഞാനാണ്, ലാസ്റ്റ് ഇറങ്ങുന്നോ ഞാനാണ്. അതാ കഥ. അതെ. എടാ ഞാൻ വീഡിയോ എടുത്താടാ, എനിക്ക് എൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കിവിടെ വേറെ ടീമുണ്ട് എടുത്തരാൻ. ഓനിക്ക് വീഡിയോ എടുത്തരാൻ ഒരു മടി. ജുനൈദ എന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വീഡിയോ എടുത്തു. അപ്പൊ ആ പാട്ട് കേട്ടോ. എടാ മുത്ത ബിഗല്ലോ കളിക്കുന്ന കളി നോക്കി ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, അല്ലാണ്ട് വേറൊന്നും അല്ല. നമ്മളെ മുത്തല്ലേ. സൂക്ഷിച്ചു വാ. ഓന് വലിയ സാഹസികമായ പിക്കൊക്കെ എടുത്ത് വന്നോണ്ടിരിക്കുകയാണല്ലേ. അള്ളാഹുവിൻ്റെ നൂറ് മൂസാ നബി കണ്ടത് ഈ ഒരു പർവ്വതത്തു നിന്നാണെന്നും ഈ ഒരു പർവ്വതം കുലുങ്ങുകയും ചെയ്തൊക്കെ സംഭവങ്ങൾക്ക് അറിയാലോ. അവിടെ കണ്ടോ ഒരു ചെറിയൊരു കൂടാരം, അവിടെയാണ് മൂസാ നബി സങ്കേതമടഞ്ഞത്. അപ്പം ഇതാണ് ആ കുലുങ്ങിയ മല. അള്ളാഹു ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാനും വിസിറ്റ് ചെയ്യാനും തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. മാഷാ അള്ളാഹ്. ഫൈനലി നമ്മളിതാ വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹാറൂൻ നബിൻ്റെ മക്കാമ് നമുക്ക് ഇപ്പം തന്നെ കാണിച്ചു തരും. ആ ഒരു സ്ഥലം കണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. കാരണം എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. എല്ലാം നമ്മൾ പരിഗണിക്കണമല്ലോ. ഒരുപാട് വിദേശികളായ ആളുകളോട് സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഹാറൂൻ നബിയുടെ മക്കാമ് അതാണെന്ന് പറയപ്പെടുന്നു, ഉറപ്പില്ല. ഏതായാലും അള്ളാഹു സിയാർത്തൊക്കെ കബൂലാക്കട്ടെ. അവിടേക്ക് പോകാൻ ഇനിയും റൂട്ടുണ്ട്. നമ്മളെ ബസ് എടുത്തു കഴിഞ്ഞു, സമയം ഒരുപാട് വൈകി. ഏതായാലും അള്ളാഹു നമ്മളെ സിയാർത്തും യാത്രയൊക്കെ കബൂലാക്കട്ടെ. നമ്മളെ എല്ലാവരും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഒരുപാട്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ വ്ളോഗ് 2ാമത്തെ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.